8 നോമ്പു നോറ്റു കൃപ നേടുവാനായി ദൈവമാതാവിനോടൊപ്പം നമുക്കൊന്നിച്ചു ദൈവത്തെ വാഴ്ത്താം. ആമേൻ, ആമേൻ. യേശുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞെ, ദൈവമാതാവിന്റെ വാത്സല്യമുത്തി. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യം. നീ ഇതുവരെയും ഈ നല്ല വീഞ്ഞ് സൂക്ഷിച്ചു വെച്ചിരുന്നല്ലോ. നീ ഇതുവരെയും നല്ല വീഞ്ഞ് സൂക്ഷിച്ചു വെച്ചിരുന്നുവല്ലോ. പരിശുദ്ധ അമ്മയോടുള്ള സഹവാസത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന മകന് സ്വർഗം തരുന്ന ഒരു ഉറപ്പാണ്. നിന്റെ ബുദ്ധി കൊണ്ട്, നിന്റെ ശക്തി കൊണ്ട്, നിന്റെ വൈഭവം കൊണ്ട്, നിന്റെ കഴിവ് കൊണ്ട്, നിന്റെ മേന്മയും പ്രാഗൽഭ്യവും കൊണ്ട് നീ ഉണ്ടാക്കിയെടുക്കുന്ന മധുര വീഞ്ഞെല്ലാം ദൈവം തരുന്ന മധുര വീഞ്ഞിന്റെ മുമ്പിൽ നിസ്സാരമാണ്. നീ ജീവിതത്തിൽ ഇങ്ങനെ അത്ഭുതപ്പെടുവാൻ തക്കവിധം ദൈവം പ്രവർത്തിക്കും. ഇതുവരെ എന്റെ ദൈവമേ, ഇതുവരെ ഈ മധുര വീഞ്ഞ് എവിടെ ഇരുന്നു, എവിടെ മറഞ്ഞിരുന്നു? മറഞ്ഞിരുന്ന ഈ മധുവീഞ്ഞ് മറിയമായിരുന്നു എന്നുകൂടി നീ അറിഞ്ഞേക്കണം. ഇതുവരെ നിന്റെ അമ്മയെ ഞങ്ങൾക്ക് ഇതേപോലെ ഒരു മഹത്വത്തിൽ നീ വെളിപ്പെടുത്തിയില്ലല്ലോ എന്നുകൂടി ആ വാക്കിന് 2-ാം അർത്ഥമുണ്ട്. മറിയത്തെ നീ കൂട്ടുപിടിച്ച് ഏകരക്ഷകനെ ആരാധിക്കുമ്പോൾ 2-ാം പെന്തക്കോസ്തായുടെ അനുഭവത്തിൽ മധുരവി ഇതുവരെ ജീവിതത്തിൽ നേടാൻ പറ്റാഞ്ഞ വിജയങ്ങളുടെയും ഭാഗ്യങ്ങളുടെയും വെളിപാടുകളുടെയും മധുരവീഞ്ഞ് സ്വർഗം നിനക്ക് ഈ 8 നോമ്പിന്റെ ദിവസങ്ങളിൽ നൽകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.